എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7 സക്സസ്ഫുള്ളി ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ഇന്നലെ ലാലേട്ടൻ വരുന്ന ദിവസമായിരുന്നു. ലാലേട്ടൻ വന്നു, വയററച്ച് കൊടുക്കേണ്ടവർക്കൊക്കെ വയററച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. കാരണം ലാലേട്ടൻ ആണെങ്കിലും ബിഗ് ബോസ് ആണെങ്കിലും ഈ 7ന്റെ പണി എന്ന് പറയുന്നതിനോട് 100% നീതി പുലർത്തിയാണ് ഇപ്പൊ എന്തായാലും പൊക്കോണ്ടിരിക്കുന്നത്. ഈ വട്ടത്തെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള പണിപ്പുരയെ തൊട്ട് തന്നെയായിരുന്നു ലാലേട്ടൻ ഇന്നലെ ആദ്യം ചോദിച്ചു തുടങ്ങിയത്. അതിന്റെ ഇടയ്ക്ക് നെവിന്റെ ഒരു ഓവർ സ്മാർട്ട് കളി ഉണ്ടായിരുന്നു. കാരണം പണിപ്പുരയെ പറ്റി ചോദിച്ചപ്പോൾ അവിടെ പോകാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സമ്മാനം ഉണ്ടെന്ന് പറയുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവില്ല ആ സമ്മാനം എന്താണെന്ന്. എന്നിട്ട് ഒന്നും അറിയാത്ത പാവത്തെ പോലെ വലിയ ഓവർ സ്മാർട്ട് കളിച്ച് നെവിൻ കയറി ചാടി കൊടുത്തായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതിനുള്ള പണി അവന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരിക്കലും അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആദ്യം തന്നെ എന്തായാലും ഈ പ്രാവശ്യം അയൽക്കൂട്ടൻ ടീംസിനെ, ഒളിച്ചിരിക്കുന്ന ടീംസിനെ ലാലേട്ടൻ കറക്റ്റ് ആയിട്ട് പൊക്കുന്നുണ്ട്. അതിലെ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അയൽക്കൂട്ടൻ ടീംസ് ആയ അക്ബറിനെ അപ്പാനെ പൊക്കിയിട്ട് അപ്പാനെ അതിന് ലാലേട്ടനോട് വരെ പറയുന്നത് ബാക്കിയുള്ളവർ ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോൾ ഇവരിങ്ങനെ മാറി നടക്കുന്നതുകൊണ്ടാണ് ഇവരെ അയൽക്കൂട്ടം എന്ന് ഇവർ വിചാരിക്കുന്നതെന്നാണ് അപ്പാനി പറയുന്നത്. പിന്നെ ബാൻഡ് ഇപ്പൊ അവസാനം എത്തി നിൽക്കുന്നത് ആര്യന്റെ കയ്യിലും ആദില നൂറയുടെ കയ്യില്, പിന്നെ ഒരെണ്ണം നെവിന്റെ കയ്യിലും ആണല്ലോ. ജിസേലിന്റെ അടുക്കുന്നുള്ളത് നെവിന് കിട്ടിയല്ലോ. എന്നിട്ട് ജിസേലിനോട് അന്ന് മുതൽ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ ഒരു 4-5 പ്രാവശ്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് കയ്യിലുള്ള സാധനങ്ങൾ തിരിച്ചു കൊടുക്കണം. എന്നിട്ട് ഇപ്പോഴും തിരിച്ചു കൊടുക്കാതെ ഒരു കൺസീലറോട് ജിസേൽ കൈ വെച്ചിട്ടുണ്ടായിരുന്നു. അതും ലാലേട്ടൻ പൊക്കിയിട്ടുണ്ട്. അതിന് പണിഷ്മെന്റ് ആയിട്ട് ജിസേലിന്റെ ഒരു പെട്ടി തിരിച്ച് നാട്ടിലേക്കും വിട്ടിട്ടുണ്ട്. പിന്നെ ഷാനവാസിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഷാനവാസിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വിളിച്ച് സംസാരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, മുന്നോട്ട് തന്നെ പോകാം എന്ന രീതിയിൽ അത് അങ്ങനെ പോയി. അത് കഴിഞ്ഞത് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ രേണുസുധിയുടെ സെപ്റ്റി ടാങ്ക് വിഷയമായിരുന്നല്ലോ. അതെന്തായാലും ലാലേട്ടൻ അക്ബറിന് നല്ല പണി കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ആദില നൂറ, ഈ രേണുസുധിയുടെ വിഷയം എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഈ അനീഷിനെ ആദില നൂറ കൊടുത്ത പേര് മിസ്റ്റർ അപ്പി എന്നുള്ള പേര് എങ്ങും ആരും പറഞ്ഞ് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലായിരുന്നു. അന്നോട്ട് ഞാനിത് വിചാരിക്കുന്നുണ്ടായിരുന്നു അതെന്തായാലും പറയാത്തേന്നുള്ളത്. അതെന്തായാലും ലാലേട്ടൻ അതും ഒടിച്ച് കൈ മടക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ വിഷയത്തിൽ തന്നെ ലാലേട്ടൻ അനുമോളെ പൊക്കുന്നുണ്ടായിരുന്നു. കാരണം അന്ന് അനുമോൾ രേണുവിനോട് പറയുന്നുണ്ടായിരുന്നല്ലോ ജെൻഡർ കാർഡ് ഇറക്കണ്ട, ചേച്ചിയെ മാത്രമാണ് പറഞ്ഞ, ചേച്ചി അതിന് സ്ത്രീ സമൂഹത്തിന്റെ മുഴുവൻ ഭാരം ചേച്ചി ഏറ്റെടുക്കണ്ട എന്നുള്ള രീതിയിൽ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതും ലാലേട്ടൻ പൊക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതേ സാധനം തന്നെ അനുമോൾ ജയിലിൽ കിടന്നപ്പോൾ അനീഷ് ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ് അനുമോൾ ഈ ജെൻഡർ കാർഡ് ഒന്ന് ഇറക്കിയായിരുന്നു. അപ്പൊ അനുമോൾ രേണുവിനോട് ഇറക്കണ്ടെന്ന് പറഞ്ഞ അതേ സാധനം തന്നെയാണ് അനുമോൾ ഇവിടെ ഇറക്കിയത്. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞു കേട്ടില്ല. ഇനി എന്തെങ്കിലും അതിനെപ്പറ്റി ചോദിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ അപ്പാനിക്കുള്ളത് എന്തായാലും ഇന്നലെ വയററച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പാനിയുടെ ആ ഒരു ഓവർ കോൺഫിഡൻസ് അതോടെ ഇന്നലത്തോടെ തന്നെ ഒരു തീരുമാനമായിട്ടുണ്ടാവണം. ഇനി അറിയില്ല. അടുത്തൊരു മെയിൻ ഐറ്റം ആയിരുന്നു രേണുസുധി വോട്ട് ചോദിച്ചുകൊണ്ട് വീഡിയോ ഇട്ട കേസ്. അതും ലാലേട്ടൻ പറയുന്നുണ്ട്. ഞാൻ ശരിക്കും വിചാരിച്ചത് അത് ചിലപ്പോൾ പറയില്ല, പുറത്ത് നടക്കുന്ന കാര്യമോട് ചിലപ്പോൾ പറയില്ലെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. പക്ഷെ അത് പറഞ്ഞില്ല. അവരെ തന്നെയാണല്ലോ അത് ബാധിക്കുന്നത്. ബിഗ് ബോസ് അല്ലെ തന്നെ സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞാണ് കുറെ പേര് നടക്കുന്നത്. അതിൻ്റെ ഇതോടെ കിട്ടുമ്പോൾ അത് അവർക്കായിട്ട് ഒരു നെഗറ്റീവായിട്ടാണല്ലോ മാറുന്നത്. അപ്പൊ അതെന്തായാലും ലാലേട്ടൻ പറഞ്ഞ് ഒതുക്കിയിട്ടുണ്ട്. അവസാനം പിന്നെ ജിസേലിന് പാല് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇനി വരുമ്പോൾ പശുവിനെ കൊണ്ട് വരാമെന്ന് പറഞ്ഞാണ് ലാലേട്ടൻ പോയത്. പിന്നെ ഒരു വൈൽഡ് കാർഡ് എൻട്രിയും കൂടി ഇന്നലെ ഉണ്ടായിരുന്നു. കണ്ടു കാണുമല്ലോ എല്ലാവരും. മൈജിയുടെ റോബോ ആണ്, ഒരു വാച്ച് ഡോഗ് വരുന്നുണ്ട്. അപ്പൊ അതിനൊരു പേര് കൊടുക്കണമെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പേര് കൊടുക്കാൻ താല്പര്യമുള്ള നല്ല നല്ല പേരുകളുണ്ടെങ്കിൽ ഓഗസ്റ്റ് 11 വരെയാണ് അതിന് സമയമുള്ളത്. നെയിം ദി റോബോഡോഗ് എന്ന ഹാഷ്ടാഗോടെ ഏഷ്യാനെറ്റിന്റെ ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റാഗ്രാം പേജിലോ നമുക്ക് നെയിം സജസ്റ്റ് ചെയ്യാതെയാണ്. ഇനിയിപ്പോ ബാക്കിയുള്ളത് എവിക്ഷൻ ആണല്ലോ. 1-2 പേര് പോകുന്നൊക്കെയാണ് ലാലേട്ടൻ പറയുന്നത്. കാരണം ഒരാൾ ഓൾറെഡി നമ്മുടെ മെച്ച പുകന്റെ പുള്ളി പുറത്തുനിന്ന് ടാസ്കിൽ പുറത്ത് പോകേണ്ടതായിരുന്നല്ലോ. എന്നാലും എനിക്ക് തോന്നുന്നില്ല ആദ്യ ആഴ്ച 2 പേരെ വിടുവെന്നും. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം.